ഹലോ ഗൈസ്, നമ്മൾ തിരുനങ്കകളെ പറ്റിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്ക് അഗൻസ്റ്റ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തിരുനങ്കകളാണ്. എന്താണ് ഇവരുടെ റോളെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി അവർക്ക് എന്നോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണവും എനിക്കറിയത്തില്ല. പക്ഷെ സിൻസിയർലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവർക്കിട്ട് തിരിച്ചു താങ്ങാത്തതും കേസിനും മറ്റൊന്നും പോകാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരെ പറ്റി കുറേ പേര് നേരിട്ട് പരിചയപ്പെട്ടും സംസാരിച്ചും ഒക്കെ ഇവരുടെ ലൈഫ് ഹിസ്റ്ററി കുറേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ നടന്നു വന്ന വ്യക്തികളാണ്. അവരോട് എനിക്ക് ഭയങ്കര സഹതാപവും അനുതാപമാണ്. പക്ഷെ അതിലുള്ള കുറേ പേര്, ഇപ്പം ഉദാഹരണം നാദറ മെഹറിൻ എന്നെ പറഞ്ഞത് കണ്ടില്ലേ, എന്ത് അടിസ്ഥാനത്തിൽ നിന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ പോലും നാദറയെ പറ്റി ഒരു മോശം പറയാൻ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും നല്ല പുകഴ്ത്തിയിട്ടേ ഉള്ളൂ, കാരണം ആ കുട്ടി അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അവരുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് എനിക്കെതിരെ സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മളിപ്പുറത്ത് നിന്നുകൊണ്ട് ഈ തിരുനങ്കൾക്ക് വേണ്ടി എന്തുമാത്രം ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. 6 വാണികളാണെന്ന് പേരെങ്കിൽ പോലും അവർക്ക് ഭയങ്കര റെസ്പെക്റ്റോടെ കൊടുക്കുന്നുണ്ട്. അവർ ആ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവറ്റകൾ കാണിക്കുന്ന ചില പേക്കൂത്തുകൾ, അതായത് ഇൻഫ്ലുവൻസർ എന്ന പേരിൽ കുറേ പേരുണ്ട്, അവർ കാണിക്കുന്ന പേക്കൂത്തുകൾ കാരണം ഈ വിഭാഗത്തിലുള്ള മിക്കവാറും ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി അവർക്കിടയിൽ നിന്ന് ഒരാൾ വന്ന് സംസാരിച്ചെങ്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഓൺ. ഇപ്പോൾ ദേ അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാലിക പണിക്കരാണ്. ആക്ച്വലി ഇവരെൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ എനിക്കതിലിപ്പം ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം അവരെ ഇങ്ങനെ ഒരു തിരുനങ്ക ആയതിൽ അവരുടെ അടുത്ത് സ്ട്രഗിള് അതിനെപ്പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് അവർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്തു എന്നോ ഉപദ്രവിച്ചു എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവരിതൊരു വേദനാജനകമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പെയിൻഫുൾ ആയിരുന്നു അവരുടെ ലൈഫ് ഹിസ്റ്ററി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിരിക്കും. ഇത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടുന്നവർ ഇരിക്കുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദെൻ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അതിലേക്ക് പോകാം. ജാസി എന്ന പേരിൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് വരുമ്പോൾ ഈസ് നോട്ട് ഇൻഫ്ലുവൻസർ. എങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറയും? ഇൻഫ്ലുവൻസിന്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അവർ കൊടുക്കുന്ന കണ്ടന്റ് ഉപകാരമായിരിക്കണം, അല്ലേ? അവരാണ് ഇൻഫ്ലുവൻസർ. ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് നിറയെ ഫോളോവേഴ്സ് ഉണ്ട്, കുറെ ആൾക്കാർ നിങ്ങളുടെ മേലെ വന്ന് വീഴണു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ അവർ ഇൻഫ്ലുവൻസർ ആക്കാൻ പറ്റും? അപ്പോൾ ട്രൂ ഇൻഫ്ലുവൻസർ ആരാണ്? പോയിന്റ് അല്ലേ? അപ്പോൾ ഇത് പറയുന്നത് നമ്മൾ നിർത്തണം. ശരി, അവരുടെ പബ്ലിക് അപ്പിയറൻസ് വീഡിയോസ് അല്ലെങ്കിൽ അവർ പറയുന്ന കമന്റ്സിലൂടെ ഒക്കെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് വല്ലാത്ത ശ്രദ്ധ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അതിന് ഭയങ്കര മോശം രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. ഇപ്പം ഏതൊരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ഫോട്ടോ കണ്ടാലോ അല്ലെങ്കിൽ വീഡിയോ കണ്ടാലോ അവരൊന്ന് വേദനിപ്പിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് ജാസി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, പല പേരുകളും, അവർ സംസാരിച്ചിട്ടുള്ള പല സെന്റൻസുകളൊക്കെയാണ്. ഇപ്പോൾ പ്രിയദർശിനി എന്ന് പറയുന്ന KSRTCയുടെ ഒരു പദ്ധതി വരുമ്പോൾ പറയുന്നത് ഞാൻ പകുതി പുരുഷനും പകുതി സ്ത്രീയാണ്, അപ്പോൾ എനിക്ക് പകുതി പൈസ മതിയല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു അവഹേളനമായിട്ടാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എടുക്കുന്നത്. ജാസിയുടെ വാക്കുകൾ അല്ലെങ്കിൽ ജാസിയുടെ പ്രവർത്തികൾ എത്രമാത്രം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയെ നിലവിൽ? ഈ ഒരു ബാധിപ്പാണ് ഞാൻ എതിർക്കുന്നത്. എന്നെ പലവരും പറയും അവർ നല്ല സ്വഭാവമാണ്, അവർ ഭയങ്കര നല്ലവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മാലിക ഒരു പ്രാവശ്യം കൊണ്ട് അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാലിക അവരോട് ഭയങ്കര ഫ്രണ്ട് ആവും, അങ്ങനെയാണെന്നൊക്കെ എന്നോട് പലവരും വന്ന് എന്നെ പറയും. മാലിക എന്തുകൊണ്ട് ഫ്രണ്ട് ആവുന്നില്ല, ഇങ്ങനെ പലവരും എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് അവർ പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനും കൂടി എനിക്ക് താല്പര്യമില്ല. ഇപ്പം കൂടി റീസെൻ്റ് ആയിട്ട് ഒരു ജൽസ നടന്നു, അതിൽ അവർ വരുന്നു എനിക്ക് അറിയില്ല, പക്ഷേ എനിക്കും വരേണ്ട ഒരു ഇൻവിറ്റേഷൻ നല്ല കാലം കൂടി ഞാൻ വന്നില്ല. ആ ഒരു ഏറ്റുമുട്ടൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാണ്ടിരുന്നത് നന്നായി. എന്നാൽ അവരുടെ ഒക്കേഷനിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു അസംബന്ധം കാണിച്ചാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊരു കെട്ടപ്പേര്, അല്ലേ? ലാസ്റ്റ് ഞാൻ കെട്ടവളാണ്, അവർ നല്ലവരായിട്ട് പോകും. നമ്മളെന്തോ കണ്ടില്ലേ, പിന്നെ ആരും അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല സമരത്തിന് വന്നിട്ട് ഒടുവിൽ എല്ലാവരും അവരെ അടിക്കാനും തിരിക്കാനൊക്കെ പോയപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് എഗൻസ്റ്റ് ആണ്. അങ്ങനെ സോ എപ്പോഴും കമ്മ്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ കൂടെ നിൽക്കാനും കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ആലോചിക്കാനും അവർക്ക് എന്ത് ദോഷം വരുന്നുണ്ട്, അവർക്ക് എന്ത് നല്ലത് വരുന്നുണ്ട് ആലോചിച്ചിട്ട് വേണം ഇവരെ പ്രവർത്തിക്കാൻ. അവർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ മാത്രമാണല്ലോ അവരുടെ ജീവിതം പോകുന്നത്. എക്സാക്ട്ലി, ആ ഒരു പോയിന്റ് കറക്റ്റാണ്. ജാസിയെ പറ്റിയാണ് പറയുന്നത്. ജാസിയെ പറ്റി പറയുന്നത് വളരെ വ്യക്തവും ശക്തമായ വാക്കുകളാണ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ തിരുനങ്കകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പൊതുസമൂഹത്തിനെ കൊണ്ടുവരുന്നത് ആ സ്ത്രീയാണ്, പുരുഷനാണ്. എന്തരാണ് നമുക്കിതിനൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. മാലിക പണിക്കരെ പറ്റി നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരത്തില്ല. പൂർണ്ണമായി നമുക്ക് പറയാം അവർ സ്ത്രീയായി മാറിക്കഴിഞ്ഞ സ്ത്രീയാണ്. എത്രത്തോളം അത് ആ ഒരു വിഷയത്തിലേക്ക് അവർ ഇൻവോൾവ്ഡ് ആണ് എന്ന് അവരോട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എവിടെയെങ്കിലും അവർ തിരുനങ്കകളെ പറ്റി മോശം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അക്കട പക്കട എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസിയെ പോലുള്ളവരെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ കാരണം 100% അല്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടി വേഷം കെട്ടി നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് ഇത്തരത്തിലേക്ക് ആയ
ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇവർ കളിയാക്കുകയാണ് ചെയ്യുന്നത്. വെറുപ്പാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നത്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കേൾക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അണ്ടർ ദ പാൻറ്, ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ അണ്ടർ ദ പാൻറ് എന്താണ് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? നിങ്ങൾ അതിനെ വെളിപ്പെടുത്തി കാണിക്കാനും നിങ്ങൾ 10 പേരെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് ചെയ്യാൻ പോയാലല്ലേ ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത് പറയേണ്ട ആവശ്യമില്ലോ. സോ ആൻഡ് സോ ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്ന് നിങ്ങളത് കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ പാൻറ് ചെക്ക് ചെയ്യാൻ വരുന്നത്? അല്ല നിങ്ങളുടെ പാവാട പൊക്കി നോക്കാൻ ആരെങ്കിലും വരുമോ? ആരും വരില്ല. എന്തുകൊണ്ട് അത് ആരും മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ നിങ്ങൾ തന്നെ പൊക്കിഷമായിട്ട് എടുത്ത് വെക്കേണ്ടത്. അതിനെ പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ദിവസം ടോയ്ലറ്റ് പോകുന്നതും എല്ലാം നമ്മൾ പോയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഇന്ന് എനിക്ക് ബ്ലൂ കളറാണെന്ന്, ഗ്രീൻ കളറാണെന്ന്, റെഡ് കളറാണ് നമ്മുടെ ഷിറ്റ് പോയി എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് വാക്കിലൊരു ശുദ്ധം വേണം. ഒരാളുടെ പേര് പറയാൻ അറിയത്തില്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ശരിക്കും പറയാൻ അറിയില്ല. എല്ലാവരും ഈ കേരളത്തിൽ ഇത്രയും പഠിച്ചവരും എല്ലാവരും മുട്ടാളാണോ? അത് ഫൂൾസ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കാൻ? അത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് മോസ്റ്റ്ലി എന്താ എല്ലാവരും വിചാരിക്കുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാം അങ്ങനെയാണ് എന്താ പറഞ്ഞാൽ മോസ്റ്റ്ലി കാണുന്നവരെല്ലാവരും അവരെയാണ്, അല്ലേ? അപ്പം നമ്മളെല്ലാം ഈ നല്ല ചെയ്യുന്ന ഞങ്ങൾ ആരും പുറത്ത് വരുന്നില്ല. ലൈംലൈറ്റിലുള്ളവരാണ്. ലൈം ലൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ ഇന്ന് അവിടെ നിന്നിട്ട് പിന്നെ അഴിച്ചിട്ടിട്ട് ഡാൻസ് കളിക്കണോ, ഇട്ടിട്ട് ഡാൻസ് കളിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഈ പറഞ്ഞ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ പിന്നെ ജാസിനെ കുറിച്ചിട്ട് ഒരുപാട് ട്രോൾ ചെയ്ത ഒരാളാണ് ബൈജു, അല്ലേ? ഒരു ട്രോൾ, അവരൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടും നമുക്ക് പല കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ പറയാം നമുക്ക്. അതിനെ സോ കോൾഡ് നിങ്ങൾ പറഞ്ഞ ആ ഒരു വ്യക്തി കൊണ്ടാണ് ഇവിടുത്തെ എല്ലാവരുടെയും ജീവിതം തകരാൻ തുടങ്ങിയത്. എന്താണ് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓൺ കമ്മ്യൂണിറ്റിയാണ് അവരുടെ അഗെയിൻസ്റ്റ്. ഓക്കെ, അപ്പോൾ സോ അവരുടെ പിന്നെ മതരീതിയിലുള്ള ആൾക്കാർക്കും അവർക്കും ഒക്കെ പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളും അവരുടെ റൂൾസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതൊക്കെ ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അവരുടെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ദേഷ്യം മൊത്തം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ്. മനസ്സിലായോളൂ? അത് തെറ്റാണ്. ഈ ഒരു പോർഷനിൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് തിങ്, ഇത് എന്നെയും വണ്ടർ ആക്കുന്ന ഒരു കാര്യമാണ്. മെജോറിറ്റി ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ വരുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പെണ്ണുങ്ങളും ആണുങ്ങളുമാണ്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റപ്പ് ഉണ്ടല്ലോ. ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ സമൂഹത്തിനെ അപമാനിക്കാൻ ഇവരെ ഉപയോഗിക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് ഇവരെ കുറേ പേര് എൻകറേജ് ചെയ്ത് കൊടുക്കും. നല്ല രീതിയിൽ അങ്ങ് പ്രൊവോക്ക് ചെയ്ത് കൊടുക്കും. കൂടുതൽ പറ, നന്നായിട്ട് അങ്ങനെ ആ ഇതിനെതിരെ പറ എന്ന് പറയും. മുസ്ലിം പെൺകുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ വിശ്വാസം ഇല്ലാത്തവർ ആ മതത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഈ വസ്ത്രം പറിച്ചെറിയുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലെ പെൺകുട്ടികളെ കൊണ്ട് ആ പരിപാടി ചെയ്യിക്കുന്ന ഒരു പരിപാടിയുണ്ട്. റീസെൻ്റ്ലി നിങ്ങൾ ജാസ്മിനെ കണ്ടു കാണും. ജാസ്മിൻ മുൻപ് തട്ടം താഴെ വീഴാതെ സ്പ്രേ അടിക്കാത്ത ഇസ്ലാമിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞൊരു പെണ്ണാണ്. പിന്നീട് ഇപ്പം നോക്കുമ്പോൾ അരയും കുറേ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതാണ് സ്വാതന്ത്ര്യമെന്നാണ് അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇനി ജാസി ഈ ചെയ്യുന്ന ഒരു ചെയ്തുകൊണ്ട് ഈ മതവിശ്വാസത്തിന് എഗൻസ്റ്റ് ആവുന്ന എങ്ങനെയെന്ന് പറയാം. ജാസി അവരുടെ ഇതിൽ കൂടെ കാണിക്കുന്ന കുറേ പേക്കൂത്തുകളുണ്ട്. നിസ്കാരം കാണിക്കുന്നു, ഇൻഷാല്ലാ എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ മതത്തിന് അവൾ മതവിശ്വാസി അല്ലെ, അവർ മതവിശ്വാസിയാണ് എന്ന രീതിയിൽ കുറേ നമ്മളെ തലയിലേക്ക് വെക്കാൻ നോക്കുന്നു. അത് ശരിക്കും പറഞ്ഞൊരു പ്രൊവോക്കേഷനാണ്. അല്ല, അവർ വിശ്വാസിയല്ല. വിശ്വാസിയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഇവർ മറ്റു വിശ്വാസത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള ചടങ്ങും കാര്യങ്ങളും അതും ഇതിനും ഒക്കെ പോകുമ്പം അവരതുപോലുള്ള ഡ്രസ് കോഡ് ഇടുക, അമ്പലത്തിൽ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഹേർട്ട് ചെയ്യുന്നത് മറ്റു വിഭാഗക്കാരെയാണ്. ഇത് മതപരമായ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്കിത് കേൾക്കേണ്ടി വരുന്നത്. ഈ തരത്തിൽ തോന്നിവാസം കാണിക്കുന്നത് നിങ്ങൾ കമ്മ്യൂണിറ്റി ഇടപെട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല വെച്ചാൽ അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുക. അതിനകത്ത് നാട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അവരെ നാട്ടുകാർക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു സ്വാഭാവിക നീതിയല്ലേ? ഞാൻ എല്ലാവരും പറയുന്നില്ല, പലവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും കൂടെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും അവരുടെ ആ ഒരു സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും അവർ വിട്ടുകൊടുക്കില്ല. ആ ബ്ലെയിം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മതരീതി കയ്യിൽ എടുത്തിട്ട് ഞാൻ പറയാനല്ല ഞാൻ പറയണത്. എനിക്ക് എല്ലാ മതവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾ പറയാം, നിങ്ങളുടെ ആൾക്കാർ തന്നെ ഒന്നിച്ച് ചേർന്നിട്ട് നിങ്ങൾ അതിന് എന്തൊരു പോം വഴി പറഞ്ഞാൽ അത് കണ്ടുപിടിക്കൂ. മൊത്തമായിട്ട് എല്ലാവരും കൂടി ആക്ഷേപിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലേ? അത് തെറ്റല്ലേ? സോ അവരുടെ ആൾക്കാരുടെ ഉള്ളിൽ അവരാണ് അത് ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാരുടെ ഉള്ളിൽ മോസ്റ്റ്ലി ഇപ്പോൾ ഞാനത് മതം എന്ന് പറയില്ല, നിങ്ങൾ എടുത്ത് നോക്കും, ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചകളേ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞാൽ BJP എന്ന് പറയും. ഞാൻ BJP ഒന്നുമല്ല. ഞാൻ ഒരു മതത്തിലും ഞാൻ നിൽക്കില്ല. ഞാൻ അഫ്കോഴ്സ് ഞാൻ ജനിച്ച മതം ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് ഞാൻ ചൂസ് ചെയ്തതല്ല, ഞാൻ പിറന്നതാണ്.
സോ അത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകും, അത്രയേ ഉള്ളൂ. അവിടെ എന്തുണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലാണ്ട് ഞാൻ ആരെയും പോയി നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആരും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും അവരവർ ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് പെണ്ണാവണം, പെണ്ണെന്ന് പറയുന്നതിന് മതമില്ല, കളറില്ല. ഈ പോയിന്റിൽ മാലികയ്ക്ക് മനസ്സിലാകാനും പൊതുസമൂഹത്തിൽ സംശയമുള്ളവർക്ക് മനസ്സിലാകാനും വേണ്ടി ഒരു കാര്യം പറയാം. ആദില നൂറ ആ ഒരു സെക്ഷൻ ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്തൊരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു മെച്യൂരിറ്റി വന്ന ശേഷം, നല്ല രീതിയിൽ മെച്യൂരിറ്റി വന്ന ശേഷം ഒരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആണ്. അങ്ങനെ കുറച്ച് വിഭാഗം ഉണ്ട്, അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, തർക്കമില്ല. അത് അവരുടെ ഹോർമോൺ പ്രോബ്ലം തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ്, വീട്ടുകാരോട് മോശം പറഞ്ഞ് എത്തിച്ചാടി വന്ന് അവർ പുറം ലോകത്ത് കാണിക്കുന്ന ഒരു വൃത്തികേടുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിൽ ഹിന്ദുമത വിശ്വാസിയിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല. വന്നാലോ ആരിഫ് ഹുസൈനെ പോലുള്ളവർ അവരെ ചേർത്ത് പിടിക്കാറുണ്ടോ? ഇല്ല. പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് എടുക്കാറുണ്ടോ? ഇല്ല. പകരം ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പെണ്ണിങ്ങനെ വരിക, അല്ലെങ്കിൽ കുറച്ച് പെണ്ണുങ്ങൾ വരിക, ആണുങ്ങൾ വരികയാണെങ്കിൽ അവരെ തൂക്കി തലയിൽ വെക്കാനും കൗതുക കാഴ്ചയ്ക്കും ഒക്കെ ആൾക്കാർ കൂടുതലാണ്. അത് ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ആ വിഭാഗത്തിനെ അപമാനിക്കുക എന്നുള്ളത്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇത് ക്യൂരിയസ് ആയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. ആ വിഭാഗത്തിനെ നിങ്ങൾക്ക് അപമാനിക്കണം, അതിനു വേണ്ടി ചെയ്യുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇവിടുത്തെ എക്സ് മുസ്ലിംസും സംഘികളും തന്നെയാണ്. അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തിരുനങ്കകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നിങ്ങളുടെ ഇതിനകത്തുണ്ട്, നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ പോലും അവർ സൊസൈറ്റിയെ നശിപ്പിക്കുന്നവരാണ്. അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ വിവാഹം, ലൂത്ത് നബിയുടെ വിവാഹം കഴിഞ്ഞ് 3 പെൺമക്കളുണ്ട് അദ്ദേഹത്തിന്. ആ ഭാര്യയെയാണ് ഈ ഒരു കാര്യം പറഞ്ഞ് ഭ്രമിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീ, 3 കുട്ടികളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കുടുംബം കലക്കി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒത്തിരി പേര് ആ സമൂഹം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരെയൊക്കെ പൊതുസമൂഹത്തിൽ അവരൊക്കെ എല്ലാം ഇതുപോലുള്ള വൈകൃതമായ പരിപാടികളിലേക്ക് പോകുമ്പോൾ നോർമലി ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അത് പുസ്തകത്തിലും അങ്ങനെയാണല്ലോ. നിങ്ങളുടെ ഇതിനകത്ത് എടുത്തു നോക്കാം. ശകുനി എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? അവരിതല്ലേ, അവരെന്താ ചെയ്തത്? അപ്പം ഇവർക്ക് സാധാരണ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഒരു കുത്തിക്കഴപ്പാണ്. ഇപ്പം മാലിക പണിക്കർ നിങ്ങളുടെ ഒരു ബോധ നിലവാരത്തിൽ നിന്നും കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് കുഴപ്പം. ഞാൻ കണ്ടതിൽ വെച്ച് ദ പെർഫെക്റ്റ് ആളാണ് മാലിക. അവർക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു ശത്രുപക്ഷത്ത് ഒരാളെ നിർത്തിയാലോ, നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ഒരാളോട് വിരോധമുണ്ട് ഒരാളെ നിർത്തിയാലോ, അയാളുടെ ഭാഗം കൂടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അത്രയും നല്ലൊരു ബ്രൈറ്റ് ബ്രെയിനുള്ള ആളാണ് മാലിക. മാലികയ്ക്ക് അത് മനസ്സിലാക്കും. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനും ഒരു വടവിധവയും തമ്മിലുള്ളൊരു ഇഷ്യൂ, ഇതിനകത്ത് പിന്നെ നയൻതാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ മോൻ എൻ്റെ പിറകെ നടക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ ഇന്നവരെ എടുത്തവരപ്പോൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം നാഗദേവി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി പണം കൊടുത്ത് അവരെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുകയാണ്. ഈ ജാസി ഉൾപ്പെടെ, ജാസി നിരന്തരം എന്നെ തെറി വിളിക്കുന്നുണ്ട്. എന്തിന്? നൺ ഓഫ് ദെയർ ബിസിനസ്. അവരുടെ സൗഹൃദത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന വൃത്തികേടാണ്. നമ്മൾ പറഞ്ഞതിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റ്, നോണ എന്ന് പറയാം. പകരം എൻ്റെ ചട്ടുകാലിനെ പറയുക, എൻ്റെ വൈദവ്യത്തിനെ കളിയാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഒരാൾ മാത്രമല്ല, ടു പേഴ്സൺസ് ആയി ഓൾറെഡി. അപ്പം നമുക്ക് എന്ത് തോന്നും? നമുക്ക് തോന്നുന്നത് ആ മൊത്തം കമ്മ്യൂണിറ്റിയോട് വെറുപ്പ് തോന്നും. അതാണ് അവിടെ നടക്കുന്നത്. അത് പൊതുവിൽ പറഞ്ഞതേ ഉള്ളൂ. ഒന്നുമില്ല. ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സോളാണ്. അതിൽ നമ്മൾ ഈ കൊണ്ടുവന്ന് ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തിനും കൊണ്ട് ഒരു വാർത്ത ഇൻഷാല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ വെറുപ്പിപ്പിക്കണം. എന്നിട്ട് അപ്പുറത്ത് പോയി അമ്പലത്തിൽ പോയി തൊഴാൻ നിൽക്കുക, വിഷുവിന് വേറെ മാതിരി നിൽക്കുക. അപ്പോൾ ഇതെല്ലാം അത് ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കൂടി ഇട്ടു. ദേവികളുടെ ഫോട്ടോസ് എല്ലാം എടുത്ത്, ദേവികളുടെ ഇതെടുത്തിട്ട് തൻ്റെ മുഖം കൊണ്ടുവന്ന് വെച്ച് അതിനെ ഇട്ടിട്ട് എല്ലാവരും എതിർക്കാൻ വന്ന ഉടനെ അത് മാറ്റി. എന്തിനങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്? നീ എങ്ങനെ ദൈവമാവാൻ നീ എന്തിനാ? അപ്പോൾ ഞാൻ പറയട്ടെ, നാളെ ഞാൻ മുഹമ്മദ് ആണെന്ന് പറഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ ഞാൻ ജീസസ് ആണെന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നത് വേറെയാണ്. അതിന് വ്യാഖ്യാനം പറയാണ്, സിനിമയിലെ എല്ലാവരും ആക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്ക് മമ്മൂട്ടി ആയാലും മമ്മൂട്ടി ഇതുപോലത്തെ റോൾസ് ഒക്കെ എടുക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഇതിൽ ഒരു റോൾ എടുത്ത് ഞാൻ ചെയ്യണം. നീ റോൾ എടുത്ത് ചെയ്യാൻ എനിക്ക് അതിന് സിനിമയല്ലല്ലോ, അത് ജീവിതമാണല്ലോ. ജീവിതമല്ലേ. അത് മാത്രമല്ല, മീഡിയ എന്ന് പറയുന്നതിൽ നിന്നെ സിനിമ പോലെ ടിക്കറ്റ് കൊടുത്തിട്ട് വരാനും ആൾക്കാർ ടിക്കറ്റ് പോലെ നിന്നെ ഒരു സ്റ്റാർ ലെവലിലേക്ക് നോക്കാനുള്ള, നീ ഒരു മീഡിയൻ്റെ ഉള്ളിലുള്ള ഒരാൾ സാധാരണ ജീവിതത്തിലാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തിനാണ് നമ്മൾ സിനിമ ആക്ടേഴ്സിനെ ഉപമിക്കുന്നത്? ആവശ്യമില്ല. അവർക്കത് അവരുടെ ഒരു ആർട്ടാണ്. അവിടെ നമുക്ക് മമ്മൂട്ടിക്ക് വന്നിട്ട് ഞാൻ ഈ റോൾ ചെയ്യില്ല, ആ റോൾ ചെയ്യില്ല, ഈ റോൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നാഷണൽ അവാർഡും ഇന്ന് പത്മശ്രീ പത്മഭൂഷണൊക്കെ കിട്ടിയത് എല്ലാം ചെയ്തത് കൊണ്ടാണ് കിട്ടുന്നത്. തൻ്റെ വസ്ത്രഭൂഷണങ്ങളിലും എല്ലാത്തിലും ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുക. ആ വെറുപ്പ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൂടെ ഞങ്ങൾക്കും ഉണ്ട്.
ഇതെന്തിനാ ഇങ്ങനത്തെ വിട്ടിത്തരം? ഞങ്ങൾ പറഞ്ഞാലും കേട്ടാലല്ലേ ഒരാൾ നന്നാവണം വന്നിട്ട് നന്നാവില്ല. ഇപ്പൊ ജാനുമണിയുടെ കാര്യത്തിൽ ഒരു നിമിഷത്തിൽ ഒരു രാവിലെ എണീക്കുമ്പോൾ ഇതിന് പോയി സപ്പോർട്ട് ചെയ്തിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയി. ഒരു നിമിഷം കൊണ്ട് ഇവിടെ വന്ന് ചോദിച്ച ചോദ്യത്തിന് ശരിക്കുള്ള ആൻസർ പറയാൻ പറ്റാണ്ട് ഗ്രാഫ് എവിടെ പോയി ഇപ്പോൾ? ഇത് വന്ന് ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്നും അല്ല ഈ ബ്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. ഈ ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷനും പിന്നെ ഈ പറഞ്ഞ എല്ലാം വന്നിട്ട് ആക്ച്വലി പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ താൻ ഭംഗിയായിരിക്കണം എന്നും പറഞ്ഞിട്ട് ഇന്ന് കോമൺ ലെവലിലേക്ക് എത്തി. എല്ലാ പെണ്ണുങ്ങളും തന്നെ ഭംഗിയായിട്ടിരിക്കണം. ബ്രസ്റ്റ് ഇല്ലെങ്കിൽ ബ്രസ്റ്റ് വെക്കുന്നുണ്ട്, അവർ മുഖം ചേഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇത് വെറും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സയൻസ് അല്ല. അത് മനസ്സിലാക്കണം. ഹോർമോൺസും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കിയത് സയൻസിൽ പിന്നെ നമുക്കൊക്കെ വന്നിട്ട് പിന്നെ മെനോപ്ലസ് വരും അല്ലേ? ആ സമയം തുടങ്ങി നമുക്ക് ഹോർമോൺസിന്റെ ഇംബാലൻസ് കൊണ്ട് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും വരും അല്ലേ? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കിയത്, അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സയൻസിന്റെ ഉള്ളിൽ പലതും വന്നത് ഒരു ആൾക്കായിട്ട് മാത്രമായിട്ടല്ല അത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഉപകരിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് എടുക്കാനും ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു പെൺമ കിട്ടാനും ആ ഒരു സ്കിൻ ടോൺ അതെല്ലാം അതുകൊണ്ടല്ലേ ഒരു യങ് ആയിട്ടുള്ള ഗേൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈസ്ട്രോജൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ എല്ലാ സിസ്റ്റവും നന്നായിട്ട് വരുന്നത്. ശരി, ഇനിയൊരു കാര്യം പറയാം. ഈ പറയുന്ന ആണുങ്ങൾ ആവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ഇത് പറയാൻ ആവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് തൊട്ടിട്ട് തന്നെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരുണ്ട്, റൈറ്റ് അല്ലേ? അവർ ഇപ്പുറത്തും ഉണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്, വെളിയിൽ വന്നിട്ട് മറ്റുള്ള ആണുങ്ങളോട് കളിക്കുന്നുണ്ട് ഇല്ലേ? അത് എങ്ങനെ വേണമെങ്കിലും വെച്ചോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പേഴ്സണാലിറ്റി ശരിയാണോ? അപ്പം ഞങ്ങൾ പെണ്ണാവണമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു സൈഡിലേക്ക് നിന്നു. ഞങ്ങൾ 2 ബോട്ടിൽ കാല് വെച്ചിട്ട് തിണ്ടാടിക്കൊണ്ട് നിൽക്കുന്നില്ല. ഉണ്ട്, പ്രോസസ്സിൻ്റെ നടുവിൽ നിൽക്കുന്നവർ ചിലവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ പെണ്ണുങ്ങളുടെ രൂപമായിട്ട് മാറാനോ അല്ലെങ്കിൽ ആണിൻ്റെ രൂപത്തിലേക്ക് പ്രയത്നപ്പെട്ട് മാറുന്നുണ്ട് ഇല്ലേ? പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? സ്വന്തം ഭാര്യനെ പറ്റിക്കുന്നു, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ആണുങ്ങളുടെ കൂടെ കിടന്നിട്ട് വരുന്നതിലും വെറൈറ്റീസ് പറയുന്നത് കേട്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും. ആണിനെ പോലെ രൂപമൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെങ്ങനെ ആണായി? അപ്പൊ എന്തിനു ഇവരാണെന്ന് പറയുന്നത്? അപ്പൊ ഞങ്ങൾ മോശക്കാരായോ? ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്ത പെണ്ണുങ്ങളും ഉണ്ട്. കല്യാണം കഴിച്ച ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിലും അവർക്കും റിലേഷൻ, ഇതൊക്കെ പണ്ട് തൊട്ടിട്ടേ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ ബൂസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ബൈജു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എത്ര തന്നെ ആയാലും നിങ്ങൾക്ക് പെണ്ണാവാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങൾ ഏത് വിധത്തിൽ ആണാണ്, ഏത് വിധത്തിൽ പെണ്ണാണ്? അപ്പം അവരും ശരിക്കുള്ള സ്ഥാനത്തല്ലല്ലോ പോകുന്നത്. എനിക്ക് നിങ്ങളത് ചെയ്തതിൽ എനിക്ക് ഒരു വിരോധമൊന്നുമില്ല. നിങ്ങൾ ചെയ്തോളൂ, അത് നിങ്ങളുടെ ടേസ്റ്റാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ചപ്പാത്തിയും കഴിച്ചോളൂ, ചോറും കഴിച്ചോളൂ, അതൊക്കെ അവരൊക്കെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ പോയി പറയുന്നത് തെറ്റാണ്. ഞാൻ എങ്ങനെ പറയാൻ പറ്റും? നീ ഇപ്പം എല്ലാവരും എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ എന്നെ ചീത്ത പറയാൻ നീ സ്ട്രൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് പറയാം, നീ സ്ട്രൈറ്റ് അല്ല എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വാർത്തകൾ എങ്ങനെ നമ്മളത് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റും? ഹസ്ബൻഡ് എവിടെയാണ്? സൂര്യയുടെ വീട്ടിൽ പോയപ്പോൾ സൂര്യയുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൂര്യ പറഞ്ഞു അത് എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ കൂടെ പറഞ്ഞ ചേച്ചി എന്നാണ് അവർ വിചാരിച്ചത്. ചോദിച്ച ചോദ്യം വളരെ ജെന്യൂനാണ്, വളരെ റെലവൻ്റ് ആണ്. ഈ ബൈജു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, കൊട്ടേഷനാണ്, പൈസ കൊടുത്താൽ ഏത് രീതിയിലും പറയും. അതാണ് സത്യത്തിൽ അവൻ പറയുന്ന ഒരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല മാലിക. ആക്ച്വലി അതൊരു ഗുണ്ടാ ടീമുകളുടെ പ്രതിനിധി മാത്രമാണ്. ഇടയ്ക്ക് ഭയങ്കര തെറിയൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. തന്തയില്ലാത്ത നേരിട്ട് വരികയാണെങ്കിൽ അടിച്ച് അവനെ പൊട്ടിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ചോദ്യം റെലവൻ്റാണ്. കാരണം ഇത്തരത്തിൽ മനസ്സിന് വൈകല്യമുള്ളവരുണ്ട്, അവർ പോയി ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താതെ ഇവരെ മാത്രം കുറ്റപ്പെടുത്തുന്ന എന്തിനെന്നുള്ളൊരു ചോദ്യം അത് റെലവൻ്റ് ആണ്. അത് ചിന്തിക്കണം, എന്നാലേ പറ്റൂ. എനിക്ക് അതിന് ഡെപ്തിൽ എനിക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഫീമെയിൽ ആയിട്ടാണ് അവരെന്നെ ഇത് ഞാൻ പറയുമ്പോഴേക്കും ഇവരെന്ത് പറയുമോ? ഓ അവളുടെ ഒരു അഹങ്കാരം നോക്ക്, കിളവിയുടെ അഹങ്കാരം നോക്ക് എന്നെ കിളവി എന്നാണ് ആൾക്കാർ ഉപമിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഏജ് ഐ ഗ്രേസ്ഫുള്ളി ഏജ്ഡ്. വയസ്സായ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ലേ? ആ വയസ്സിനെ നമ്മൾ അപമാനിക്കണോ? എന്നെ കിഴവി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അത് തെറ്റല്ലേ? ഇപ്പോൾ സീമ വിനീതൊക്കെ നോക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരാരും ട്രോൾ ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ജാസീനിയും ഇവരെയും പറയുന്നത്? എന്താണ് അവരത് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല എടുത്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളാണ് അവരുടെ വായിൽ 2 അവിലിട്ടിട്ട് ചവച്ചോളൂ എന്ന് നമ്മളാണ് ഇട്ട് കൊടുക്കുന്നത്. അടി കൊടുത്ത് വടി വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ കാരണക്കാരും കാരണകർത്താവും നമ്മുടെ നാശങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ്. എക്സാക്ട്ലി, അതാണ് പോയിന്റ്. സീമ വിനീത് വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാക്കാത്തത് ആ കമ്മ്യൂണിറ്റിയെ കളിയാക്കിക്കൊണ്ടുള്ള പ്രച്ഛന്ന വേഷം അവരിടുന്നില്ല. അവരുടെ തന്നെ ഭാഷയിൽ, അതായത് ഇപ്പം ഹിന്ദു മതവിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എന്നതിനപ്പുറം അവർ ഒരു രീതിയിലുള്ള വൾഗാരിറ്റി ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. ഈവൻ ഇൻക്ലൂഡിങ് അവർ BJP-യിൽ നിന്നവരും കൂടെയാണ്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് പോലും അവർക്ക് ഇത്രയധികം തെറി കേൾക്കേണ്ടി വന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ കയറി വരുന്നത് ഇവർ സ്ത്രീകളെ അപമാനിക്കുന്ന വസ്ത്രധാരണം നടത്തുന്നത് കൊണ്ടാണ്. ഫസ്റ്റ് തിങ്.
അതുകൊണ്ടാണ് അവർക്ക് കേൾക്കാത്തത്. അവർക്കും ഉണ്ട് സോഷ്യൽ മീഡിയ, പക്ഷെ അവർ ഒരു വൾഗാരിറ്റി അവിടെ കാണിക്കുന്നില്ല. അവ ഉമ്മ വെച്ചെന്നോ ഇവ ഉമ്മ വെച്ചെന്നോ കെട്ടിപ്പിടിച്ചെന്നോ കൊശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റത്തെ വർത്താനം ഒന്നും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് അവർക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത ഈ കിളവി എന്നുള്ളത് അതെന്താണെന്നറിയാമോ, അവരുടെ ഏജിനേക്കാൾ അവരെ നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ എത്രയോ യങ്ങാണ് അവരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അസൂയ മൂത്തവരാണ് അങ്ങനെ ഒരാളെ പറഞ്ഞ് ഡിഗ്രേഡ് ചെയ്യുന്നത്. ഏജ് ജസ്റ്റ് നമ്പറാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരാൾ കിളവിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രിവിലേജ് ആയിട്ട് എടുക്കുക. ബിക്കോസ് അവർക്ക് ആ ഒരു ലെവലിൽ ആ ഒരു ഏജിൽ അങ്ങനെ കഴിയാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. അതിലുള്ള അസൂയ കൊണ്ട് അത് പറയുന്നതാണ്. പിന്നെ പൊതുവിൽ സി കിഡ്സ് ആയിരുന്നാലും ഇപ്പോഴത്തെ തലമുറയായിരുന്നാലും റെസ്പെക്റ്റ് അവർക്കില്ല, ആരോടുമില്ല. അവർ ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ മാത്രമേ അവർക്ക് തിരിച്ചറിയുള്ളൂ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മുതിർന്നവർ എങ്ങനെ ബഹുമാനിക്കുമായിരുന്നു എന്നറിയാമോ? ഇവിടെ മുതിർന്ന പൗരന് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ടെന്നറിയാമോ? പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ ഇതുപോലെ നിർബാധം തോന്നിവാസം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇളിക്കുന്നവരാണ് നമുക്കൊപ്പം. അതിന് എനിക്കൊന്നും പറയാനില്ല. ഞാനും ഇതൊക്കെ സെയിം ഫേസ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റബിൾ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയൊരു കാര്യമാണ് പുള്ളിക്കാരത്തി മുന്നോട്ട് വെച്ച്. എനിക്കറിയില്ല ഇത് എത്ര പേര് കാണുമെന്ന്. ഞാൻ കണ്ടുടങ്ങിയ ഇതെടുത്ത് വീഡിയോ ചെയ്തു. സ്ട്രൈക്ക് ഒരു ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ മൊത്തം ഇൻ്റർവ്യൂ കാണണം നിങ്ങൾ. അത് ഏത് ചാനലിൽ വന്നെന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ പേര് ഞാൻ പറയാം. മൂവി വേൾഡ് മീഡിയ ഓൺലൈനിലാണ് ഈ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഇവരുടെ ഇത് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ പോയി കാണുക. മുഴുക്കയുള്ള വീഡിയോ കണ്ട നിങ്ങൾക്ക് അത് വെറുത്താണ്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത്രയും ക്ലിയറായി നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ വേറെ ആർക്കും സാധിക്കത്തില്ല. മാലികയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. മാലിക അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഫേക്കാണെന്ന് ഞാൻ പറയും ഒരുപാട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു പെൺകുട്ടി വിളിക്കും, അതും ഇതുപോലെ തന്നെ ട്രാൻസ് മാറിയതാണ്. പക്ഷെ അവരും കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ നല്ല പഠിച്ചിട്ട് പറയും. പിന്നെ പ്രവീൺ, മരിച്ചു പോയൊരു കുട്ടിയുണ്ടല്ലോ പ്രവീൺ, ആ പയ്യനും പറയുന്നത് അത് പെണ്ണായിട്ട് ആണായിട്ടായതാണ്, പാർട്ട്ണറാണ് അതിന് അങ്ങനെ ആ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത്. പക്ഷെ അതും ഈ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മരിച്ചു നിന്ന ആളാണ്. ഇവരൊക്കെ പറയുന്നതാണ് കൃത്യം. പക്ഷെ ഇതിന് അക്സെപ്റ്റൻസ് കുറവാണ്. അവർ വിചാരിക്കുന്നത് വേഷം കെട്ടി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കുറേ പ്രച്ഛന്ന വേഷം കെട്ടിയാൽ നമ്മൾ ആയി എന്നാണ്. തിരുനങ്കകളാകുക എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അത് മനസ്സിലാക്കാനുള്ള ശ്രമമെങ്കിലും നടത്തുക. എല്ലാവരും കല്യാണം കഴിച്ചു സെറ്റായി അങ്ങനെ അല്ലാതെ നമുക്ക് തനിച്ച് പൊതുസമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും. എത്രയോ പേര് അങ്ങനെയുണ്ട്. മദർ തെരേസ ലെവലിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ? അവരൊക്കെ വിവാഹം കഴിച്ചാണോ അവരുടെ ലൈഫിൽ സക്സീഡ് ചെയ്തത്? അല്ല. അപ്പോൾ വിവാഹം, ഇങ്ങനെ ഡ്രസ്സ് ഇടുക, ഇതല്ലാതെ നമുക്കൊരു ലൈഫ് ഉണ്ടാകും. എത്രയോ പേരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എയർ ഹോസ്റ്റേഴ്സ് ഉണ്ട്, എത്രയോ പേരുണ്ടെന്നറിയാമോ വിഭാഗത്തിൽ. ഇവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയാണ്. അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ മറ്റേ തൊഴിൽ ഇറങ്ങുന്നത്. അതവർ വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട്. അതിനും കൂടി ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി അത്രയും ബെനിഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം അവർക്ക് കായികപരമായി ആണിൻ്റെ ഊർജ്ജവും മാനസികപരമായി പെണ്ണിൻ്റെ മനസ്സുമാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ പറയും. അത് ഉപയോഗിക്കാൻ അറിയുന്നവൻ ഉപയോഗിക്കുമ്പോഴാണ് അത് സൂപ്പർ. അല്ലാതെ ഇതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനുമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള തിരുനങ്കകൾക്ക് അപമാനമായ ഈ വൃത്തികെട്ടവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നിങ്ങൾ നീക്കി നിർത്തുകയും അവരെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് മാലികയോടായിരുന്നാലും നിങ്ങളുടെ സഹപ്രവർത്തകരോടായിരുന്നാലും പറയാനുള്ളത്. ആൻഡ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ നയിക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് മാലിക. ഐ തിങ്ക് ഇത്തവണത്തെ ഒരു ബിഗ് ബോസ് പ്രതിനിധിയായിട്ട് മാലിക വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇഫ് അവരാണ് വരുന്നതെങ്കിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. നാദറ വന്നതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കും. മാലികയ്ക്ക് ഒത്തിരി പറയാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അവരെ പ്രതിനിധീകരിച്ച് അവിടെ അവർക്ക് ചെയ്യാനും ഉണ്ടാവും. അങ്ങനെ ഒരു അവസരം ബിഗ് ബോസ് അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നന്ദി.